വാരണാസിയിൽ ഞങ്ങൾ ഗംഗാ ആരതി തൊഴാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഫ്രഷായി നമ്മൾ കാറിൽ കയറി. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഗംഗയുടെ തീരങ്ങളിൽ കുറേ കൽപ്പടികൾ കെട്ടിയിട്ടുണ്ട്. ഇവയെ ഘാട്ട് എന്നാണ് വിളിക്കുന്നത്. ക്ഷേത്രദർശനത്തിന് മുമ്പ് ആളുകൾ ഈ പടികളിൽ നിന്ന് കുളിക്കുന്നു. മരണമടഞ്ഞ ഹിന്ദുക്കളുടെ മൃതദേഹം ദഹിപ്പിക്കുന്നതും ഇത്തരം പടികളിലാണ്. തുടർന്ന് ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കുന്നു. ഇവിടുത്തെ സ്ട്രീറ്റിലൊക്കെ നിറയെ ബനാറസി സാരീസിൻ്റെ ഷോപ്പുകളുണ്ട്. വാരണാസിയിലെ തദ്ദേശീയർ നെയ്യുന്ന സാരികളാണ്. അത് വളരെ പ്രശസ്തമാണ്. റോഡുകളിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗംഗയിലേക്ക് ഒഴുകിയെത്തുന്ന വരുണ, അസ്സി എന്നീ നദികൾക്കിടയിൽ ഗംഗയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് വാരണാസി ആയതെന്ന് പറയപ്പെടുന്നു. ഇന്ത്യയിലെ 3 നഗരങ്ങളായ ഋഷികേശ്, ഹരിദ്വാർ, വാരണാസി എന്നിവിടങ്ങളിൽ എല്ലാ വൈകുന്നേരവും ഭക്തർ പ്രത്യേകവും ആത്മീയവുമായ ഒരു ചടങ്ങ് നടത്തുന്നു. ഗംഗാ നദിയുടെ ചുരങ്ങൾക്ക് സമീപം വിളക്ക്, ജപം, തീ എന്നിവ ഉപയോഗിക്കുന്നത് ഈ ആചാരത്തിൽ ഉൾപ്പെടുന്നു. മൺവിളക്കുകളും ദീപങ്ങളും തീയിൽ കത്തിച്ച് പൂക്കൾക്കൊപ്പം നദിയിലേക്ക് എറിയുന്നു. ഗംഗാദേവിക്ക് സമർപ്പിക്കുന്ന ഈ വഴിപാട് പവിത്രമായി കണക്കാക്കപ്പെടുകയും പ്രത്യേക പ്രാധാന്യമുള്ളതുമാണ്. ഗംഗാ ദസറ സമയത്ത് ഗംഗാ ആരതിയുടെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുന്നു. ഈ സമയത്ത് ദേവി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗംഗാദേവി ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഭഗീരഥ രാജാവിൻ്റെ മുൻഗാമികളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ അവർ ഒരു നദിയായി മാറിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദേവിക്ക് നന്ദി പറയാൻ ആളുകൾ എല്ലാ ദിവസവും ഗംഗാ ആരതി നടത്തുന്നു. അതിനാൽ ശ്ലോകങ്ങളും ഭജനകളും ഉരുവിട്ടുകൊണ്ട് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു. കൂടാതെ ഗംഗാനദിയിൽ ആരതി നടത്തുമ്പോൾ ആളുകൾ ദേവിക്ക് പൂക്കളും പഴങ്ങളും സമർപ്പിക്കുന്നു. ഗംഗാനദിയിൽ ബോട്ടിംഗ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഗംഗാരതി തൊഴാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ചെറിയ ഇടനാഴികളിലൂടെ നടന്ന് വേണം ഞങ്ങൾക്ക് ഗംഗാനദിയുടെ തീരത്തേക്ക് എത്താനായിട്ട്. വളരെ പഴക്കം ചെന്ന ബിൽഡിങ്സ് ഉള്ള ഇടവഴിയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ വലിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി കുറേ സ്റ്റെപ്സ് ഇറങ്ങി വേണം ഞങ്ങൾക്ക് ബോട്ടിൻ്റെ അടുത്ത് എത്താനായിട്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയായി. 6:30ക്കാണ് ഗംഗാരതി. അപ്പോൾ അത്രയും സമയം ബോട്ടിംഗ് ചെയ്ത് നമ്മൾ ബോട്ടിൽ ഗംഗാരതി കാണാനായിട്ട് വെയിറ്റ് ചെയ്യണം. നേരത്തെ എത്തിയാലാണ് നമുക്കത് കാണാൻ സാധിക്കുക. ഭയങ്കര തിരക്കായിരിക്കും ആ ഭാഗത്തൊക്കെ. ബോട്ടിങ്ങിൻ്റെ ചാർജ് ഞങ്ങൾ ടൂർ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് ഞങ്ങൾ തന്നെ പേ ചെയ്യണം. 3500 രൂപയാണ് അവർ റേറ്റ് പറഞ്ഞിരിക്കുന്നത് ബോട്ടിങ് ചെയ്യാനായിട്ട്. ഈ ഒരു സമയത്ത് നല്ലൊരു ക്ലൈമറ്റാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്. ചൂടിന് ഇത്തിരി ശമനമുണ്ട്. സ്റ്റെപ്സ് തമ്മിൽ നല്ല ഗ്യാപ്പുള്ളത് കൊണ്ട് നമുക്ക് ഇറങ്ങാനും കയറാനും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഗംഗയിൽ നമുക്ക് ഒഴുക്കാനായിട്ട് തിരിയും പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ദീപങ്ങൾ വയ്ക്കാനായിട്ട് 2 പെൺകുട്ടികൾ വന്നിരുന്നു. അപ്പോൾ ഒരു സെറ്റിന് 30 രൂപയായിരുന്നു വില. ഞങ്ങൾ 2 എണ്ണം വേണം. ഒരു ബോട്ടിൽ ഞങ്ങൾ 4 പേരാണ് കയറുന്നത്. കിഷുവിന് ബോട്ടിങ് ചെയ്യുന്നതിന് തീരെ താല്പര്യമില്ല. അവൻ ആ ബോട്ടിനെ കടകട ശബ്ദം കേൾക്കുമ്പോൾ പേടിയാവുന്നെന്ന് തോന്നുന്നു. വാരണാസിയിലെ ഘട്ടുകൾ ഗംഗാനദിയുടെ തീരത്തേക്ക് നയിക്കുന്ന നദീതീര പടികളാണ്. വാരണാസി നഗരത്തിൽ 84 ഘട്ടുകളുണ്ട്. മിക്ക ഘട്ടുകളും കുളിക്കുന്നതിനും പൂജാ ചടങ്ങുകൾക്കുമായി സജ്ജീകരിച്ചിരിക്കുന്നു. അതേസമയം മണികർണിക ഘട്ടും ഹരിചന്ദ്ര എന്നീ 2 ഘട്ടുകൾ ശവസംസ്കാര സ്ഥലങ്ങൾ മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗംഗ ജലം മാത്രമല്ല വഹിക്കുന്നത്, ദശലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസവും വിശ്വാസികളുടെ പാപങ്ങളും വഹിക്കുന്നു. ഹരിദ്വാർ ആയാലും അലഹബാദ് ആയാലും വാരണാസി ആയാലും ഗംഗയിലെ ഘട്ടുകൾ എല്ലായ്പ്പോഴും ദശലക്ഷക്കണക്കിന് ഭക്തരെ അവരുടെ പാപങ്ങൾ കഴുകിക്കളയാൻ ആകർഷിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഭയങ്കരമായിട്ട് പുകയിരുന്നൊരു ഘട്ട് കണ്ടില്ലായിരുന്നു, ആ ഘട്ടാണ് മണികർണിക ഘട്ട്. മണികർണിക ഘട്ട് ശവസംസ്കാര സ്ഥലങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ യാത്ര ചെയ്ത് ദശാശ്വമേധ ഘട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഞങ്ങളിപ്പോൾ വൈകുന്നേരം 6:30 ഗംഗാരതി തൊഴാൻ പോകുന്നത്. അതുപോലെ തന്നെ ബോട്ടിൽ യാത്ര ചെയ്ത കുറേ ആൾക്കാർ ഇവിടെ ഗംഗാരതി തൊഴാനായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബോട്ടിന് ചുറ്റും ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ഈ ബോട്ടുകളിൽ ചായയും ബിസ്ക്കറ്റും ഒക്കെ വിൽക്കാനായിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പുരാണമനുസരിച്ച് ബ്രഹ്മാവ് അശ്വമേധ യജ്ഞം നടത്തിയത് ഈ ഘട്ടിലാണ്. സൂര്യാസ്തമയത്തിന് തൊട്ടു മുമ്പ് വാരണാസിയിലെ എല്ലാ റോഡുകളും എല്ലാ വൈകുന്നേരവും ദശാശ്വമേധ ഘട്ടിലേക്ക് നയിക്കുന്നു. കാരണം വാരണാസിയിലെ ഗംഗാനദിയിലെ ഘട്ടുകളിൽ ലോകപ്രശസ്തമായ ഗംഗാരതി നടക്കുന്നത് ഈ ദശാശ്വമേധ ഘട്ടിലാണ്. നദിയുടെ മറുകരയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആരതിക്കായി വേദി ഒരുങ്ങുന്നു. മനോഹരമായ പട്ടുവസ്ത്രം ധരിച്ച പുരോഹിതരുടെ ഒരു നിര ചടങ്ങുകളിലൂടെ മാന്ത്രികത സൃഷ്ടിക്കുന്നത് കാണാൻ ആയിരക്കണക്കിന് ഭക്തർ ഘട്ടിൽ ഒത്തുകൂടുന്നു. മന്ത്രങ്ങൾ, കൈത്താളങ്ങൾ മുഴക്കൽ, ശംഖുകൾ മുഴക്കൽ എന്നിവയ്ക്കൊപ്പം അവരുടെ പിച്ചള ജ്വലിക്കുന്ന വലിയ എണ്ണവിളക്കുകളുടെ താളാത്മകമായ ചുഴലിക്കാറ്റ് അന്തരീക്ഷത്തെ വൈദ്യുതീകരിക്കുന്നു. ചടങ്ങുകൾക്കായി പൂക്കൾ വിൽക്കുന്ന വിൽപ്പനക്കാർ, സംഭാവനകൾ പ്രതീക്ഷിച്ച് വിളക്കുകൾ വഹിക്കുന്ന പുരോഹിതന്മാർ, ആചാരങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഭക്തർ, നദിയുടെ ഇരുട്ടിൽ പൊങ്ങിക്കിടക്കുന്ന വിളക്കുകൾ, ഇതെല്ലാം ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. രാത്രിയുടെ ഇരുട്ടിൽ പോലും ഗംഗയിലെ ഘാട്ടുകളുടെ രാത്രി കാഴ്ച ആസ്വദിക്കാൻ സന്ദർശകർ നദിയിൽ ബോട്ട് സവാരി ചെയ്യുന്നു.